സെപ്റ്റംബർ 19-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായിട്ടുള്ള സംസാരങ്ങൾ ഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. അതായത് പെർമനന്റ് ഇൻഡസ് കമ്മീഷന്റെ മീറ്റിങ്ങുകൾ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു 64 വർഷത്തെ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഡിസ്കഷൻ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് മീറ്റിംഗ് 2022-ലായിരുന്നു. 2023 ജാനുവരിക്ക് ശേഷം മീറ്റിങ്ങുകൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് വാർത്ത. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വാർത്ത എന്നുള്ളത്. അതായത് പെർമനന്റ് ഇൻഡസ് വാട്ടർ കമ്മീഷന്റെ PICയുടെ മീറ്റിങ്ങുകൾ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ 64 വർഷം മുന്നേയുള്ള ട്രീറ്റിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നതായിട്ടുള്ള ഇൻഡസ് നദിയിലെയും അതിന്റെ ട്രൈബ്യൂട്ടറീസിലെയും വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരുന്നു. അപ്പോൾ മെയ് 2022-ലായിരുന്നു ലാസ്റ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2023 ജാനുവരി മുതലും ഇന്ത്യ 4 പ്രാവശ്യം പാകിസ്ഥാന് ലെറ്റേഴ്സ് അയച്ചു എങ്കിൽ പോലും ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ മീറ്റിങ്ങുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് നോക്കാം. ഇൻഡസ് പറയുന്ന നദി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയിലെ ടിബറ്റിലൂടെ വന്ന് ജമ്മു ആൻഡ് കാശ്മീരിൽ ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീരിലൂടെ വന്ന് നമുക്ക് പാകിസ്ഥാനിലേക്ക് കടന്നു ചെല്ലുന്ന നദിയാണ്. അതിന് 5 ട്രൈബ്യൂട്ടറീസ് ഉണ്ട്. ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. 5 ട്രൈബ്യൂട്ടറീസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ ഇൻഡസ് പ്ലസ് 5 ട്രൈബ്യൂട്ടറീസ്. അങ്ങനെ ടോട്ടൽ 6 റിവേഴ്സിലുള്ള വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നദികളെല്ലാം തന്നെ ഇന്ത്യയിലൂടെ കടന്നുപോയിട്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ഈ നദികളിലേക്ക് വെള്ളം എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജനം നടക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്ന ഒരു ട്രീറ്റി 1960-ൽ, അതായത് 9 വർഷത്തോളം നീണ്ട നെഗോഷിയേഷന് ശേഷം വേൾഡ് ബാങ്കിന്റെ മീഡിയേഷനിൽ വേൾഡ് ബാങ്ക് ഇടപെട്ടിട്ടാണ് ഈ ഒരു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റി പ്രകാരം അതായത് ഇത് പാകിസ്ഥാനും വെള്ളം വേണം, ഇന്ത്യക്കും വെള്ളം വേണം. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെയാണ് വെള്ളത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇൻഡസ് റിവറിന്റെയും 5 ട്രൈബ്യൂട്ടറീസ് ആയിട്ടുള്ള അതായത് സത്ലജ്, ബിയാസ്, രവി, ഝലം, ചെനാബ് ഇങ്ങനെ 5 ട്രൈബ്യൂട്ടറീസും ഇതിന്റെ വെള്ളത്തിനെയും തമ്മിലുള്ള ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും വെസ്റ്റേൺ റിവേഴ്സ് ആയിട്ടുള്ള 3 റിവേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വെസ്റ്റേൺ ആയിട്ടുള്ള ഇൻഡസ്, ഝലം, ചെനാബ്. അപ്പോൾ നമുക്ക് വേണം ICJ, ഇൻഡസ്, ഝലം, ചെനാബ്, ഝലം ഇങ്ങനെ 3 റിവേഴ്സ്. ഈ 3 റിവേഴ്സുകൾ ഇൻഡസ്, ചെനാബ്, ഝലം ഇത് പാകിസ്ഥാന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള യൂസ് ആണ്. ഒരു സെർട്ടൈൻ നോൺ കൺസെപ്റ്റീവ് ആയിട്ടുള്ള അതായത് ഇന്ത്യക്ക് ആ നദികൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ അഗ്രികൾച്ചറൽ പർപ്പസിനും ഡൊമസ്റ്റിക് യൂസിനും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അതിനെ നോൺ കൺസെപ്റ്റീവ് ആയിട്ട് അതായത് വെള്ളത്തിന്റെ അളവിൽ തടഞ്ഞു നിർത്തുന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇൻഡസ്, ചെനാബ്, ഝലം എന്നിവയിൽ പൂർണ്ണ അധികാരം പാകിസ്ഥാനും ഇന്ത്യക്ക് നോൺ കൺസംഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഈസ്റ്റേൺ റിവേഴ്സ് ആയിട്ടുള്ള രവി, ബിയാസ്, സത്ലജ് RBS എന്ന് പറയുന്നത് ഇന്ത്യക്കും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള യൂസേജിന് വേണ്ടിയിട്ട്. അതായത് മൊത്തം റിവറിന്റെ 80% വെള്ളം പാകിസ്ഥാനിലേക്ക് പോകും, 20% ഇന്ത്യക്ക് ലഭിക്കും എന്നുള്ളതായിരുന്നു ഏകദേശ കണക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പെർമനന്റ് ആയിട്ട് ഇൻഡസ് കമ്മീഷനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് രാജ്യത്തെയും മെമ്പേഴ്സ് ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു കമ്മീഷൻ. ഇത് ഫ്രീക്വന്റ് ആയിട്ട് മീറ്റിങ്ങുകൾ ചേരുകയും ചർച്ചകളിലൂടെ പരിഹാരം കാണുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രണ്ട് രാജ്യത്തെയും അംഗങ്ങൾ ഓരോ വർഷവും മീറ്റ് ചെയ്യുകയും അവർ ചില വർഷങ്ങളിൽ ഒന്നിലധികം പ്രാവശ്യം മീറ്റ് ചെയ്യുകയും ഈ ഒരു പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങളെ പരിഹരിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഇതിലെ റിവർ വാട്ടർ പ്രൊജക്റ്റുകൾ, ഹൈഡൽ പ്രൊജക്റ്റുകൾ മറ്റുമൊക്കെ പണിയുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒരു 3 സ്റ്റെപ്പ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം ആണുള്ളത്. അതിൻ്റെ ആർട്ടിക്കിൾ 9 പ്രകാരം അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ പെർമനന്റ് കമ്മീഷനിലാണ് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ അത് ഇന്റർ ഗവൺമെന്റ് ലെവലിലേക്കും ഉയർത്തിക്കൊണ്ട് വരാവുന്നതാണ്. ഇൻ കേസ് ഈ ഒരു കമ്മീഷന്റെ ലെവലിൽ അല്ലെങ്കിൽ ഇന്റർ ഗവൺമെന്റ് ലെവലിൽ പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വേൾഡ് ബാങ്കിലേക്ക് പോകാൻ വേണ്ടി വേൾഡ് ബാങ്ക് ഒരു ന്യൂട്രൽ എക്സ്പേർട്ടിനെ അപ്പോയിന്റ് ചെയ്യും. ഈ ഒരു ന്യൂട്രൽ എക്സ്പേർട്ടാണ് ഈ ഒരു വിഷയത്തെ പരിശോധിച്ചുകൊണ്ട് പിന്നെ തീരുമാനം പറയുന്നതായിട്ടുള്ളത്. ഇൻ കേസ് അതിന്റെ മേലെയും സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷനിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ 3 ലെവലിലുള്ള ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം ആണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള റെസ്പോൺസ് ഒന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ട്രീറ്റിയുടെ മീറ്റിങ്ങുകൾ ഇനി നടക്കില്ല എന്നുള്ളതാണ്
പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാവുന്നതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ വില്ലേജുകളെ ഇംപ്രൊവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ടൂറിസം വില്ലേജുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് സ്വദേശ് ദർശൻ സ്കീം അതുപോലെ തന്നെ PM ജുഗ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്കീംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ സ്വദേശ് ദർശൻ സ്കീം എന്ന് പറയുന്നത് 2014-15 ഈ ഒരു ഇന്ത്യയിലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. തീം ബേസ്ഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതായത് ബുദ്ധിസ്റ്റ് സർക്യൂട്ട്, അതായത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ബുദ്ധിസ്റ്റ് സർക്യൂട്ട്, കോസ്റ്റൽ ഏരിയയിലുള്ള പ്രധാനപ്പെട്ട ബീച്ചുകളെയും മറ്റൊക്കെ കണക്ട് ചെയ്ത് കോസ്റ്റൽ സർക്യൂട്ട്, ഹിമാലയൻ മേഖലകളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കണക്ട് ചെയ്ത് ഹിമാലയൻ സർക്യൂട്ട്, രാമായണത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് രാമായണ സർക്യൂട്ട്, അങ്ങനെ തീം ബേസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ടുകളാണ് സ്വദേശ് ദർശൻ സ്കീമിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്രദേശങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചർ, ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, അവിടുത്തെ വിസിറ്റർ എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു ഉദ്ദേശം. കൂടാതെ ഇന്ത്യയെ കൾച്ചറൽ ഹെറിറ്റേജും നാച്ചുറൽ ബ്യൂട്ടിയും ലോകത്തിന് മുന്നിൽ, സഞ്ചാരികൾക്ക് മുന്നിൽ എത്തിക്കുക എന്നുള്ളതും ഉദ്ദേശമായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അൾട്ടിമേറ്റ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ലോക്കൽ ടൂറിസം ഇനീഷ്യേറ്റീവ്സിന് വലിയ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും ട്രൈബൽ ഏരിയാസിലും മറ്റുമൊക്കെ ഹോം സ്റ്റേസ് ഉണ്ടാക്കുന്നതിനും അതുവഴി ട്രൈബൽ മേഖലയിലുള്ള ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇതിൽ ഉദ്ദേശമായിട്ടായിരുന്നു. അപ്പോൾ ടൂറിസത്തെ ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് പ്രൊമോട്ട് ചെയ്യുക, അതുവഴി കൂടുതൽ ജോബ് ക്രിയേറ്റ് ചെയ്യുക, എക്കണോമിക് ഗ്രോത്തിനെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഉദ്ദേശമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്കീം ഇനീഷ്യലി ഫുള്ളി സെൻട്രലി ഫണ്ടഡ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും വിവിധ സ്കീമുകളെ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. കൂടാതെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്കീമുകളുടെ ഭാഗമായിട്ട് പ്രൈവറ്റ് സ്വകാര്യ കമ്പനികളിൽ നിന്ന് അവരുടെ ലാഭത്തിന്റെ ഒരു വിഹിതം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന പേരിൽ ഫണ്ടിങ് ലഭിച്ച് അതും ഈ ഒരു സ്കീമിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെൻട്രൽ സെക്ടർ, പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളുടെ ലാഭത്തിന്റെ ഒരു വിഹിതവും ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്നാണ് പ്രധാനമന്ത്രി ജൻജതീയ ഉന്നത് ഗ്രാമ അഭിയാൻ എന്ന് പറഞ്ഞ PM ജുഗ സ്കീം എന്ന് വിളിക്കാം. ഇതും ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സ്കീമാണ്. ഏകദേശം 63,000-ഓളം ST മെജോറിറ്റി വില്ലേജുകളെയാണ് ഈ ഒരു പദ്ധതിയിൽ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 80,000 കോടിയോളം രൂപയുടെ അടുത്ത് അലോക്കേഷൻ ഉള്ളത് 17ഓളം മിനിസ്ട്രീസ് ചേർന്നിട്ടാണ് ചെയ്യുന്നതായിട്ടുള്ളത്. അതിൽ 56,000 കോടി സെൻട്രൽ ഗവൺമെന്റും ബാക്കിയുള്ള 22,000 കോടിയോടടുത്ത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അതായത് അടുത്ത 5 വർഷത്തിനിടയിൽ ഏകദേശം 25ഓളം ഇടപെടലുകളിലൂടെ, ഇന്റർവെൻഷൻസിലൂടെയായിട്ട് ബേസിക് ഫെസിലിറ്റീസ് ഈ ഒരു ട്രൈബൽ മേഖലയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ടൂറിസ്റ്റ് ഹോം സ്റ്റേസിനും മറ്റുമൊക്കെയുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പദ്ധതി. മറ്റൊന്നാണ് ഇവിടെ ഫോറസ്റ്റ് റൈറ്റുമായി ബന്ധപ്പെട്ടുള്ള അവിടെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. അതേപോലെ ഏകദേശം 20 ലക്ഷത്തോളം പുക്ക ഹോംസ്, അതുപോലെ ഈ ഒരു മേഖലയിൽ റോഡുകളുടെ ഡെവലപ്മെന്റ്, വാട്ടർ സപ്ലൈ ഉറപ്പുവരുത്തുക, പ്രത്യേകിച്ചും ടൂറിസത്തിന് ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. അതൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഇലക്ട്രിസിറ്റി, അതുപോലെ LPG കണക്ഷൻസ് നൽകുക. അതായത് ഈ ഒരു ട്രൈബൽ മേഖലയുടെ ഓവറോൾ ഡെവലപ്മെന്റും അതുവഴി ടൂറിസത്തിന് ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശമായിട്ടുള്ളത്. അതുപോലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, അതുപോലെ മൾട്ടിപർപ്പസ് മാർക്കറ്റിംഗ് ഈ സെന്റേഴ്സ് ഉണ്ടാക്കുക, ഇതൊക്കെ ഉദ്ദേശമായിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ജീവിതമാർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ റിസോഴ്സസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ തിരുക്കുറലുമായി ബന്ധപ്പെട്ടതാണ്. മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു തമിഴ് സെയിന്റ് പോയിന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലീ നൽകിയിട്ടുണ്ടായിരുന്നു, ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. കോടതി ഈ ഹർജി പരിഗണിച്ചൊന്നുമില്ല. ബട്ട് എന്താണ് സംഭവം, ആരാണ് തിരുക്കുറൽ എന്നുള്ളതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ട്. ഇപ്പോൾ സെയിന്റ് പോയിന്റ് ആണ് തിരുവുള്ളവർ എന്ന് ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായത്. അതായത് ഈ ഒരു തമിഴ് മന്ത്രത്തിലെ അനുഷം എന്ന് പറയുന്ന സ്റ്റാർ, അപ്പോൾ അത് തിരുവുള്ളവരുടെ ബർത്ത് സ്റ്റാർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതിയാണ് തിരുക്കുറൽ എന്ന് പറയുന്നുള്ളത്. അപ്പൊ തിരുവുള്ളവരുടെ കൃതിയാണ് തിരുക്കുറൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു തിരുവുള്ളവർ ഡേ എന്ന് പറയുന്ന സെലിബ്രേഷൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ആണ് ഹൈക്കോടതി റെഫ്യൂസ് ചെയ്ത് ഇടപെടാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഓർമ്മിക്കേണ്ടത് ആരാണ് തിരുവുള്ളവർ, ആരാണ് എന്താണ് തിരുക്കുറൽ, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ്. അപ്പൊ തിരുക്കുറൽ എന്ന് പറയുന്നത്, അതിനെ തന്നെ കുറൽ എന്ന് കൂടി വിളിക്കാറുണ്ട്, അതൊരു ക്ലാസിക് തമിഴ് ടെക്സ്റ്റ് ആണ്.
എഴുതിയിട്ടുള്ളത് തിരുവള്ളുവറാണ്. അദ്ദേഹം ഏകദേശം 2nd സെഞ്ച്വറി BC-ക്കും 5th സെഞ്ച്വറി AD-ക്കും ഇടയിൽ ജീവിച്ചിരുന്നു എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. 1330ഓളം കപ്ലെറ്റുകൾ, അതായത് ശ്ലോകങ്ങളെ പോലുള്ള ഭാഗങ്ങളാണുള്ളത്. ലൈഫ് ലെസൺസ് ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. ഇതിനെ 3 സെക്ഷൻസ് ആയിട്ടാണുള്ളത്. ഒന്ന് ആരാം, വേർച്യൂ; രണ്ടാമത്തത് പൊരുൾ, വെൽത്ത്; മൂന്നാമത്തെ ഇൻപം, ലവ് എന്നിങ്ങനെ 3 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ സെക്ഷനിലും വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട്. മോറൽ ആയിട്ടുള്ള, എത്തിക്കൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ റീഡേഴ്സിന് വ്യത്യസ്ത തരത്തിലുള്ള പ്രാക്ടിക്കൽ ഗൈഡൻസ് നൽകുന്ന രീതിയിലുള്ള സെക്ഷൻസ് കവേർഡ് ആണ്. ആരാമില് പ്രധാനമായിട്ടും റൈറ്റേഴ്സ് ലിവിങ്, ട്രൂത്ത്, ഗ്രാറ്റിറ്റ്യൂഡ്, കമ്പാഷൻ തുടങ്ങിയിട്ടുള്ള ആശയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു റൈറ്റേഴ്സ് ആയിട്ടുള്ള ലൈഫ് നയിക്കുക, പ്രത്യേകിച്ചും മോറൽ വാല്യൂസിനെയും ഒക്കെ ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ആരാം എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നത്. മറ്റൊന്നാണ് പൊരുൾ എന്ന് പറയുന്ന സെക്ഷൻ. ഇതിൽ പ്രത്യേകിച്ചും വേർഡ്ലി അഫയേഴ്സിനെ കുറിച്ചും ഗവേണൻസിനെ കുറിച്ചും എക്കണോമിനെ കുറിച്ചും വേർഷിപ്പിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നതായിട്ടുള്ളത്. എങ്ങനെയാണ് വെൽത്ത് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എന്താണ് നല്ല ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ഇമ്പോർട്ടൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊരുൾ എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഭാഗമാണ് ഇമ്പം എന്ന് പറയുന്നത്. ഇത് ലവിനെ കുറിച്ച് പറയുന്നതാണ്. ഹ്യൂമൻ ഇമോഷൻസിനെ കുറിച്ചും ലവിനെ കുറിച്ചും ഫാമിലി ലൈഫിനെ കുറിച്ചും ഒക്കെയാണ് ഇമ്പത്തിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ തത്വത്തിൽ പറഞ്ഞാൽ തിരുക്കുറൽ എന്ന് പറയുന്ന ബുക്കിൽ നമുക്ക് മനുഷ്യനെയും മനുഷ്യന്റെ ജീവിതത്തെയും കുറിച്ചുള്ള കുറേ ആശയങ്ങൾ, ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആശയങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. ഓർത്തു വെക്കുക, എന്താണ് തിരുക്കുറൽ, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗത്തേൺ സ്റ്റേറ്റുകൾ കേരളത്തിന്റെ നേതൃത്വത്തിൽ ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ഒരു മീറ്റിംഗ് ചേരുകയും അടുത്ത ഫൈനാൻസ് കമ്മീഷന് മുന്നായിട്ട് കുറേ ഡിമാൻഡുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയൽ എന്താണ് ഈ ഒരു ഫൈനാൻസ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗിൽ തീരുമാനിച്ചത്, എന്ത് റെക്കമെൻഡേഷൻസ് ആണ് മുന്നോട്ട് വെക്കുന്നതെന്ന് നോക്കാം. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.